നമസ്തേ. ഓം ശ്രീ മാത്രേ നമ. ശ്രീദേവി അസ്ട്രോളജിക്കൽ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഉത്രാടം നക്ഷത്രം ധനുരാശിയിലും മകരൻ രാശിയിലുമായി നിൽക്കുന്ന ഉത്രാട നക്ഷത്രത്തിൻ്റെ പൊതു സ്വഭാവങ്ങളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. പിന്നീട് 2025 ഈ നക്ഷത്രക്കാർക്ക് എങ്ങനെയുള്ള ഫലങ്ങളാണ് ഉണ്ടാകണമെന്ന് നമുക്ക് പരിശോധിക്കാം. 2 നക്ഷത്രമുള്ള ഒരു കൂട്ടമാണ് ഉത്രാടം. വിശ്വദേവതയാണ് ഇതിൻ്റെ നക്ഷത്ര ദേവത. ആനക്കൊമ്പാണ് ഇതിൻ്റെ ചിഹ്നം. എപ്പോഴും ഉത്കർഷേച്ഛ മുൻനിർത്തിക്കൊണ്ട് പ്രവർത്തിക്കുന്ന വ്യക്തികളാണ് ഈ നക്ഷത്രക്കാർ. ഒരു കാര്യത്തിലും ഉപേക്ഷ സഹിക്കാത്ത ഇവർ സമയത്തിന് വലിയ വില കൽപ്പിക്കുന്നതാണ്. സ്ത്രീകൾ സൗന്ദര്യവും വിനയവും പ്രശസ്തിയുമുള്ളവരായിരിക്കും. വീടും പരിസരവും ഓടി പിടിപ്പിക്കുന്നതും വലിയ ഇഷ്ടമാണ്. ആരെയും ചതിക്കണമെന്നോ വഞ്ചിക്കണമെന്നോ ആഗ്രഹിക്കാത്തവരും നീതിയും ആത്മാർത്ഥതയും സമാധാനവും പുലർത്തുവാൻ ആഗ്രഹിക്കുന്നവരുമായിരിക്കും. ശുദ്ധ മനസ്കരാണ്. ആകർഷണീയമായ വേഷങ്ങൾ ധരിക്കും. പ്രസന്നമായ മുഖഭാവവും മാന്യമായ പെരുമാറ്റവും ഉണ്ടാകും. ആരോടും ഒരു പ്രത്യേക അകലം പാലിക്കുന്ന സ്വഭാവമായിരിക്കും. എന്നാൽ കുഴപ്പങ്ങളിൽ ചെന്ന് ചാടാനുള്ള സാധ്യത അല്പമെങ്കിലും ഉണ്ടാകാതെ ഇരിക്കില്ല. ഏതെങ്കിലും രീതിയിൽ വിശ്വാസം വന്നാൽ തന്നെ സാധാരണഗതിയിൽ ഒന്നും വേഗം അംഗീകരിക്കുന്ന സ്വഭാവമില്ല. എന്നാൽ വിശ്വാസം ഉണ്ടായാലോ അതിൽ അടിയുറച്ച് വിശ്വസിക്കുകയും പിന്നീട് അത് സൂക്ഷിക്കുന്ന സ്വഭാവവുമായിരിക്കും. മറ്റുള്ളവർ പ്രശംസിക്കുവാനും അംഗീകരിക്കുവാനും ആഗ്രഹിക്കും. സാവധാനം ചിന്തിച്ച് മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ. നയചതുരമായും സന്ദർഭത്തിനനുസരിച്ചും സംസാരിക്കാൻ ഇവർക്ക് അറിയില്ല. എങ്കിലും ഉള്ളിൽ വിദ്വേഷമുണ്ടെങ്കിൽ അത് മറച്ചു വച്ച് സംസാരിക്കുവാനോ പ്രവർത്തിക്കുവാനോ ഇവർ ശ്രമിക്കില്ല. കുട്ടിക്കാലം മുതൽ തന്നെ വളരെ ഭാരിച്ച ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ ഇവർ ശ്രമിക്കും. സ്വന്തം നേതൃത്വത്തിലുള്ള കൂട്ടുപ്രവർത്തനങ്ങളിലല്ലാതെ ഏർപ്പെടരുത്. ചതിവ് പറ്റാൻ ഇടയുണ്ട്. ഏത് പ്രശ്നത്തെയും നേരിടുവാനുള്ള ഒരു ചങ്കൂറ്റം ഇവർക്കുണ്ടാവും. പലപ്പോഴും മനസ്സ് കലുഷിതമായിരിക്കും. ഭാഗ്യ നിർഭാഗ്യങ്ങൾ ഒരുപോലെ പിന്തുടരും. ധനപരം, വാണിജ്യം, വൈദ്യം, നിയമം എന്നീ മേഖലകളിൽ വിജയസാധ്യത ഉണ്ടാകും. ഭർതൃസ്നേഹവും കാര്യപ്രാപ്തിയുമുള്ള ഇണയെ ലഭിക്കും. ഭാര്യയുടെ അനാരോഗ്യം, സന്താനങ്ങൾ നിമിത്തമുള്ള പ്രശ്നങ്ങൾ ഇതുമൊക്കെ അനുഭവിക്കേണ്ടതായി വന്നേക്കാം. എങ്കിലും എല്ലാ പ്രശ്നങ്ങളെയും അതിജീവിച്ച് സംതൃപ്തകരമായ കുടുംബജീവിതം നയിക്കുവാൻ ഇവർക്ക് കഴിയുമെന്നുള്ളത് ഒരു വലിയ ഭാഗ്യം തന്നെയാണ്. ധനുരാശിയിലുള്ളവർക്ക് ആദ്യ പകുതി അത്ര നന്നായിരിക്കുകയില്ല. എന്നാൽ മകരൻ രാശിക്കാർക്ക് ആദ്യ പകുതി നന്നായിരിക്കുകയും അവസാന ഭാഗങ്ങളിൽ കുറച്ച് പ്രശ്നങ്ങളെ അതിജീവിക്കേണ്ടതായും വന്നേക്കാം. ഇവരുടെ ഉത്രാട നക്ഷത്രത്തിൻ്റെ ദശാനാഥൻ സൂര്യനാണ്. എപ്പോഴും സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുന്നത്, ആദിത്യ ഹൃദയ മന്ത്രം ജപിക്കുന്നത്, സൂര്യഗായത്രി ജപിക്കുന്നത്, ഗോൾഡൻ സൺറൈസ് എന്ന് എപ്പോഴും പറയുന്നതൊക്കെ ഇവർക്ക് വന്നു ചേരാനുള്ള ദോഷങ്ങളെ ഒരു പരിധിവരെ മാറ്റുന്നതിന് സഹായകമാകും. കഴിയുമെങ്കിൽ ശനീശ്വരനെ പ്രാർത്ഥിക്കുന്നു. മകരൻ രാശിക്കാർ ശനീശ്വരനെ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട്, അതായത് ആഞ്ജനേയ സ്വാമിയെ പ്രാർത്ഥിക്കുന്നതും ഒരുപാട് ഗുണഫലങ്ങൾ നൽകും. ആദിത്യൻ, ചന്ദ്രൻ, ചൊവ്വ, രാഹു, വ്യാഴം, മന്ദൻ ഇങ്ങനെ പോകുന്നു ഇവരുടെ ദശാകാലം. ഇനി നമുക്ക് ഇവരുടെ 2025 ഇവർക്ക് എങ്ങനെയായിരിക്കും എന്ന് നോക്കാം. എതിർപ്പുകളെ നയത്തോടെ നേരിടാനായി ശ്രമിക്കും. ഭൂമി ഇടപാടിൽ ലാഭം പ്രതീക്ഷിക്കാം.
ഉദ്യോഗസ്ഥർക്ക് ജോലിഭാരം കൂടുന്നതാണ്. വിചാരിക്കാത്ത സ്ഥലത്തേക്ക് സ്ഥലം മാറ്റത്തിന് സാധ്യത കാണുന്നു. കുടുംബത്തിൽ അസ്വാസ്ഥ്യം ഉണ്ടാകും. അലസത കാരണം സ്ഥാനനഷ്ടവും സംഭവിക്കാം. ബന്ധുക്കളുമായി രമ്യതയിൽ പ്രവർത്തിക്കാൻ ശ്രമിക്കും. ഇഷ്ടവിഷയത്തിൽ ഉപരിപഠനത്തിന് സാധ്യത കാണുന്നു. മാതാപിതാക്കളുടെ കാര്യത്തിൽ ശ്രദ്ധ കുറയുന്നത് മൂലം അല്പം അപമാന ഭീതി വന്നു ചേരുന്നതാണ്. സന്താനങ്ങളിൽ നിന്നും ചെറിയ രീതിയിലുള്ള സഹായം പ്രതീക്ഷിക്കാം. ശത്രുശല്യം വർദ്ധിക്കും. ആലോചനയില്ലാതെ പ്രവർത്തിച്ചാൽ ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വന്നേക്കും. സാമൂഹിക കാര്യങ്ങളിൽ പ്രവർത്തിച്ച് വിജയിക്കുവാൻ അവസരമുണ്ടാകും. പുണ്യക്ഷേത്ര ദർശനത്തിന് സാധ്യതയുണ്ട്. പൂർവിക സ്വത്ത് വിൽപ്പന നടത്തി ഒരു നല്ല ഗ്രഹം പണിയുവാനുള്ള യോഗം കാണുന്നു. സാമ്പത്തിക കാര്യങ്ങളിൽ വളരെ ശ്രദ്ധയും സൂക്ഷ്മതയും ആവശ്യമാണ്. പുതിയ വാഹനവും പുതിയ വീടും വാങ്ങുവാനുള്ള യോഗം കാണുന്നു. ഈശ്വരാനുഗ്രഹത്താൽ സർവകാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഇടയ്ക്കിടെ ശനീശ്വരനെ പ്രാർത്ഥിക്കുന്നതും ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുന്നതും ഗുണഫലങ്ങൾ നൽകും. ബന്ധുജന സഹായം അല്പമായൊക്കെ ലഭിക്കുകയുള്ളൂ. സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുമെങ്കിലും വേണ്ടത്ര പ്രയോജനം തിരിച്ച് ലഭിക്കുന്നതല്ല. വസ്തുവകകളിൽ നിന്ന് ആദായം പ്രതീക്ഷിക്കാം. സ്വയം തൊഴിലിലേർപ്പെട്ടവർക്ക് അനുകൂല സമയമാണ്. വീട്ടിൽ പ്രായം കൂടിയവർക്ക് അല്പം ദോഷ സമയമാണ്. വിജയിക്കാൻ വേണ്ടി ചെയ്യുന്ന പ്രവർത്തനങ്ങളെല്ലാം പരാജയത്തിൽ കലാശിക്കും. ചില രഹസ്യ ബന്ധങ്ങൾ പരസ്യമാവാൻ ഇടയുണ്ട്. ബന്ധുക്കൾ ശത്രുതയിൽ പെരുമാറുന്നതാണ്. കാര്യം നടക്കാൻ കൂടുതൽ പ്രയത്നിക്കേണ്ടി വരും. വിശിഷ്ട വ്യക്തികളെ പരിചയപ്പെടാൻ അവസരം ലഭിക്കും. പുതിയ ചില പദ്ധതികൾ തുടങ്ങാൻ ഒരുങ്ങുമെങ്കിലും സാധിക്കാൻ പ്രയാസമായിരിക്കും. ഹോട്ടൽ, കൂൾ ബാർ എന്നീ സ്ഥാപനങ്ങളിലുള്ളവർക്ക് വ്യാപാരത്തിൽ ഒരു പുതുജീവൻ വന്നേക്കാം. വിദ്യാർത്ഥികൾക്ക് പഠിപ്പിൽ ഗുണഫലം പ്രതീക്ഷിക്കാം. വ്യവസായ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് അല്പസ്വല്പം അപകട സാധ്യതകൾ വന്നു ചേരും. വ്യവഹാരങ്ങളിൽ പൂർണ്ണ വിജയം വരികയില്ല. പുതിയ തരം വസ്ത്രങ്ങളും ആഭരണങ്ങളും സൗന്ദര്യ വസ്തുക്കളും അധീനതയിലാകും. സാമ്പത്തികമായി പുരോഗതി നേടും. കടം വാങ്ങി വാഹനങ്ങൾ വാങ്ങുന്നതൊക്കെ ചിലപ്പോൾ അബദ്ധത്തിൽ ചെന്ന് കലാശിച്ചേക്കാം. തീർച്ചയായിട്ടും കടം വാങ്ങുവാനുള്ള സാഹചര്യം ഒഴിവാക്കുന്നത് നന്നായിരിക്കും. വ്യവസായ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർ സംരംഭങ്ങൾക്ക് പുതിയ പുതിയ മാർഗം അല്ലെങ്കിൽ പുതിയ പുതിയ തന്ത്രങ്ങൾ കണ്ടെത്തേണ്ടത് അനിവാര്യമാണ്. പൊതുവെ പറഞ്ഞാൽ ഉത്രാടം 2 രാശിയിലുള്ളവർക്കും ആദ്യ ഭാഗം ചിലർക്ക് നഷ്ടമാണെങ്കിൽ അല്പസ്വല്പം നഷ്ടങ്ങൾ സംഭവിക്കാമെങ്കിൽ ധനുരാശിക്കാർക്ക് വർഷാവസാനവും മകരം രാശിക്കാർക്ക് വർഷമാദ്യവും നല്ല ഗുണഫലങ്ങൾ പ്രതീക്ഷിക്കാം. പ്രാർത്ഥനയിലൂടെ എല്ലാ നന്മകളും വരുത്തുവാനായി സാധിക്കും. പ്രാർത്ഥനകൾ മുടങ്ങാതെ ചെയ്യുകയും നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി പ്രത്യേക ശ്രദ്ധ എടുക്കുന്നതും നന്നായിരിക്കും. 2025 എല്ലാവർക്കും ശോഭനമായി തീരട്ടെ. ഉത്രാട നക്ഷത്രത്തിലുള്ള ഏത് പ്രായത്തിലുള്ളവർക്കും ഈ വർഷം എല്ലാവിധ സൗഭാഗ്യങ്ങളും സൂര്യഭഗവാൻ നൽകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.